ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിക്കുന്നത് ജോർജ് കുട്ടി, മിനി, ആശിഷ്, അനീഷ് ആൻഡ് ആൻ. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റുലി മുഴക്കിക്കൊണ്ട് ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് റാഫി, ജീന, റയൻ ആൻഡ് ജാനൽ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസ്സി ആൻഡ് ഷോൺ. നോയമ്പ് ദിനങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിനമാണിന്ന്. ഇന്ന് ഹോശന്ന ഞായർ. ലോകമെമ്പാടുമുള്ള എല്ലാ വേർഡ് ടു വേർഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 സ്വാഗതം. ഈ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷോയുടെ വിന്നറാകുന്ന ഒന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 35,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. രണ്ടാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 15,000 രൂപയും മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 5,000 രൂപയുമാണ് സമ്മാനം. ഇതുകൂടാതെ 2 ടീമുകൾക്ക് കോൺസലേഷൻ പ്രൈസസും സമ്മാനമായി ലഭിക്കുന്നു. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019. മലയാളികൾക്ക് ഏവർക്കും വളരെ സുപരിചിതനായ ശബ്ദത്തിനുടമയായ ശ്രീ ബിനോയ് ചാക്കോ സർ, വെൽക്കം ടു ദി ഷോ. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം സംഗീത സംവിധായകൻ, ഗായകൻ, അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം, ശ്രീ ജെയ്സൺ സി സോളമൻ സർ, വെൽക്കം ടു ദി ഷോ. ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാനായി ഇവിടെ എത്തിയിരിക്കുന്ന ടീം അമരവിള യൂത്ത് കോറസ്. അവരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓശാന ഞായറാണ്. ഈ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019 പെർഫോം ചെയ്യാനായി അമരവിള യൂത്ത് കോറസ് ബാൻഡ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത, ഇന്ന് ഓശാന ഞായറാണ്. ജെയ്സൺ സർ, എന്താണ് ഈ ഒരു ദിവസത്തിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ഓശാന എന്ന് കേൾക്കുമ്പോൾ കുരുത്തോലയെല്ലാം പിരിച്ചുകൊണ്ട് ദേവാലയ മുറ്റത്തൂടെയും തെരുവോരങ്ങളിലൂടെയും നടന്നു പോകുന്ന പ്രദക്ഷിണം പെട്ടെന്ന് ഓർമ്മ വരും. എൻ്റെ കുട്ടിക്കാലത്ത് ഒത്തിരി അത് വലിയ ഒരു കൊതിയോടെ നോക്കി കാണുകയും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ്. ഇത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ചിലപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ടാകാം. എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് ഓശാന എന്ന ഒരു ആഘോഷം എന്നതിനേക്കാൾ ഉപരി ദൈവവചനത്തിൽ ഓശാന ദിനത്തിൽ, അല്ലെങ്കിൽ ഓശാന ദിനമായിട്ട് മനുഷ്യർ കാണുന്ന, ആഘോഷമായി എടുക്കുന്ന ആ സന്ദർഭം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് യെരുശലേമിലേക്ക് വരുമ്പോൾ തെരുവീഥികളിലുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ വരവിനെ എതിരേൽക്കുന്ന രംഗം ഭയങ്കരമാണ്. ഒരു കഴുതയുടെ പുറത്താണ് യേശു കർത്താവ് വരുന്നത്. നമുക്കറിയാം, ബുദ്ധിയുള്ള ഒരാൾക്കും കഴുതാന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്ര ഹീനമായ ഒരു മൃഗം ആയിട്ട് കരുതപ്പെടുന്ന ആ മൃഗത്തെ അതിൻ്റെ പുറത്ത് കയറാൻ യേശു കർത്താവ് തീരുമാനിച്ചു. വാസ്തവത്തിൽ യേശു കർത്താവ് ഈ കഴുതയുടെ പുറത്ത് കയറിയത് കൊണ്ടാണ് ആ വലിയൊരു മാന്യത അന്ന് കഴുതയ്ക്ക് കിട്ടുവാനിടയായത്. അപ്പോൾ ഇതിനകത്തെ വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്, നമുക്ക് നല്ലൊരു മാന്യത കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു മാന്യത നമുക്ക് ലഭ്യമാകുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അല്ലെങ്കിൽ ദൈവത്തോടൊത്തുള്ള ഒരു ജീവിതമാണ് ഏതൊരു മനുഷ്യനെയും മാന്യനാക്കി തീർക്കുന്നത്, അല്ലാതെ അവൻ്റെ പണമോ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തിയോ ഒന്നുമല്ല. ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ നിലവാരം എന്ന് പറയുന്നത് ഭയങ്കര ഉന്നതമാണ്. പക്ഷേ യേശു അതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ആരും ആ കഴുതയ്ക്ക് ഇതുപോലെ വസ്ത്രം വിരിച്ചതായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇതൊരു വലിയൊരു സന്ദേശമാണ്. നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് ഓരോ ഗാനങ്ങളും ലോകത്തോടുള്ള ഒരു സന്ദേശമാണ്. ഇപ്പോൾ ഇന്ന് ഓശാന ആണ്, അതുപോലെ ഇനി പെസഹ വരുന്നു, ദുഃഖവെള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതെല്ലാം ഒരു ആഘോഷം എന്നതിനേക്കാൾ ഉപരിയായിട്ട്
മനുഷ്യൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരു കാര്യമാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങൾ. അപ്പോൾ ഈ വലിയൊരു ദൗത്യത്തിനായിട്ട് കടന്നു വന്ന ദൈവപുത്രൻ്റെ ആ ഒരു വരവിൻ്റെ ഓർമ്മ അത് വർഷത്തിലൊരിക്കലല്ല, എല്ലാ നിമിഷവും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ നല്ലൊരു തുടക്കമാവട്ടെ. ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അമരവിള യൂത്ത് കോറസ് ബാൻഡ് ഇവിടെ റെഡിയായി നിൽക്കുകയാണ് അവരുടെ ഫസ്റ്റ് പെർഫോമൻസിലേക്കായി. അതിനു മുമ്പ് അവരുടെ ടീം ലീഡറിനോട് നമുക്ക് ചോദിക്കാം. ഹായ്. അപ്പോൾ ഇതിനു മുമ്പും എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ വേർഡ് ടു വേർഡ് ടെലിവിഷനിൽ തന്നെ പെർഫോം ചെയ്യാനായി എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ടീം. ഓക്കെ, സോ പ്രാക്ടീസ് ഒക്കെ നന്നായി കഴിഞ്ഞോ? നന്നായി പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വേറെ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല കോൺഫിഡൻസോടെ വളരെ കൂളായിട്ട് നന്നായിട്ട് ചിരിച്ചിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ. കാലം കാത്തിരുന്നു ഒരു നാൾ ദാവീദിൻ വീഥിയതിൽ ഉയർന്നു കേട്ടൊരു ജയഘോഷം. ഹോശന്നാ 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 ദാവീദിൻ പുത്രനു ഹോശന്നാ, ഇന്നു ദാവീദിൻ പുത്രനു ഹോശന്നാ. ഹോശന്നാ 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 ദാവീദിൻ പുത്രനു ഹോശന്നാ, ഇന്നു ദാവീദിൻ പുത്രനു ഹോശന്നാ. പാടി പിറവിതൻ ഗീതം യൂതരന്തു പാടി പിറവിതൻ ഗീതം മാനോളമുയർന്നു രക്ഷയിൻ അവതാരം. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. ഹോശന്നാ 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 ദാവീദിൻ പുത്രനു ഹോശന്നാ, ഇന്നു ദാവീദിൻ പുത്രനു ഹോശന്നാ. ഹോശന്നാ 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 ദാവീദിൻ പുത്രനു ഹോശന്നാ, ഇന്നു ദാവീദിൻ പുത്രനു ഹോശന്നാ. യൂതരന്തു നിന്നു ഹോശന്ന പാടി യൂതരന്തു നിന്നു ഹോശന്ന പാടി വാനോളമുയർന്നു രക്ഷയിൻ അവതാരം. വാതിൽകളെ നിങ്ങൾ തലകളെ ഉയർത്തുവിൻ. ഹോശന്നാ 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 ദാവീദിൻ പുത്രനു ഹോശന്നാ, ഇന്നു ദാവീദിൻ പുത്രനു ഹോശന്നാ. ഹോശന്നാ 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 ദാവീദിൻ പുത്രനു ഹോശന്നാ, ഇന്നു ദാവീദിൻ പുത്രനു ഹോശന്നാ. ഹോശന്നാ 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 ഹോശന്നാ
അമരവിള യൂത്ത് കോറസിൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് ഇവിടെ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു ശരിക്കും അവർ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പിനെസ് നമ്മളിലും സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ജഡ്ജസിനോട് ചോദിക്കാം. ജെയ്സൺ സർ, ഒരു ടീം എങ്ങനെയായിരിക്കണം ഒരു പാട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നത് കൃത്യമായിട്ട് നിങ്ങളത് കാണിച്ചു തന്നു. താങ്ക് യു സാർ. ഇതിനകത്ത് ഒരു കുറ്റവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കൃത്യമായിട്ട് അതിൻ്റെ ഹാർമണി സൈഡും നിങ്ങൾ എൻ്റെ നോട്ട് വരെ നല്ല പക്ക പെർഫെക്റ്റായിട്ട് ഒരു ഗാനത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിൻ്റെയും പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കവും ഒടുക്കവും ക്ലീൻ ആയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്താ പറയുന്നത്, നല്ല എനർജി ലെവലായിരുന്നു നിങ്ങൾ പാടിയത്. ഫസ്റ്റിലത്തെ അഡ്ലിബെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങുന്നതും അതുപോലെ നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തെല്ലാം നല്ല വെൽ ബാലൻസ്ഡ് ആയിരുന്നു. ഒന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബിനോയ് സർ, ജെയ്സൻ്റെ അതേ അഭിപ്രായമാണ് എനിക്കും. ഒരു പാട്ടിനകത്ത് നിങ്ങളുടെ മനസ്സുണ്ടായിരുന്നു, നിങ്ങളുടെ ശരീരം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ശബ്ദം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ല പെർഫോമൻസ് ഉണ്ടാകുന്നത്. വളരെ പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് നിങ്ങളുടെ ആ സസ്റ്റെയിനൊക്കെ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും ഒരുപോലെയാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. നല്ല പ്രാക്ടീസ് നിങ്ങൾക്കുണ്ടായിരുന്നു. ടീം ലീഡർക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഇറ്റ് വാസ് വണ്ടർഫുൾ. പിന്നെ ആ സോങ് നമ്മുടെ ഓശാന ഗാനം എന്നുള്ള നിലയിൽ അത് കൃത്യമായ സെലക്ഷനായിരുന്നു. ഹോശാനയുടെ സന്തോഷം നമുക്കറിയാം. കർത്താവ് വന്നപ്പോൾ അവരെങ്ങനെയാണ് കർത്താവിനെ വരവേറ്റത്. നിങ്ങൾ ശരിക്കും യേശുവിനെ വരവേൽക്കുകയായിരുന്നു ഈ ഗാനത്തിലൂടെ. ഇത് കേൾക്കുന്ന ആളുകൾക്കും ആ ഒരു ചിന്ത ഉണ്ടാകുമെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ നാം യേശുവിനെ കൂടുതൽ അറിയുവാനും യേശുവിനോട് കൂടുതൽ ചേർന്ന് നടക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനും ഒക്കെയാണ് നമ്മുടെ ശ്രമം ഉണ്ടാകേണ്ടത്. അത് ഈ ഒരാഴ്ച മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും അത് സംഭവിക്കേണ്ടതാണെങ്കിലും നാം അത് പറയാവുന്നേ ഉള്ളൂ. നാം അത് വിസ്മരിക്കാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ നമ്മെ അത് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. അപ്പം അതിന് ഒരു വലിയ സപ്പോർട്ടായിട്ട് നിങ്ങളുടെ ഗാനം തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. യേശു കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ദൈവം ഓരോ താലന്തുകൾ തന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ട് കഴിഞ്ഞ് നമ്മളതിങ്ങനെ കുഴിച്ചിടാനുള്ള ഒന്നല്ല താലന്ത്. നിങ്ങളത് നന്നായിട്ട് അത് ആ തന്ന താലന്ത് വളരെ ഭംഗിയായിട്ട് വിനിമയം ചെയ്ത് ഉപയോഗിച്ച് അത് ഇരട്ടിയാക്കി കർത്താവിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ന് ഈ ആദ്യത്തെ ഗാനത്തിലൂടെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. സോ അടുത്തതായി ടീം അമരവിള യൂത്ത് കോറസിൻ്റെ രണ്ടാമത്തെ പെർഫോമൻസിലേക്ക് കടക്കുകയാണ്. രണ്ടാമതായി ഇവർ പെസഹ ഗാനമാണ് ആലപിക്കേണ്ടത്. സോ ഓവർ ടു ദെയർ പെർഫോമൻസ്. ചൂരവീഞ്ഞായി നൽകാം, നിൻ പാപമെല്ലാം മാറും, നീ പാനം ചെയ്തിടുകിൽ. എൻ ദേഹമപ്പമണികാം, എൻ ചൂരവീഞ്ഞായി നൽകാം, നിൻ പാപമെല്ലാം മാറും, നീ പാനം ചെയ്തിടുകിൽ. മകനേ ായി
ശിഷ്യരോട് ചൊന്ന പോലെ സിറിയോൻ മാളികയിൽ ശിഷ്യരോട് ചൊന്ന പോലെ ഇതു നിങ്ങളോടുള്ള അടങ്ങാത്തൊരൻ സ്നേഹം ഇതു നിങ്ങളോടുള്ള അടങ്ങാത്തൊരൻ സ്നേഹം മകനെ നിനക്കായി ഞാൻ എന്നെ യാഗമായി നൽകാം മകനെ നിനക്കായി ഞാൻ എന്നെ യാഗമായി നൽകാം ഞാൻ വരുവോളം എന്നെ ഓർമ്മയ്ക്കായി ഇത് സ്വീകരിക്കുക നീ ഞാൻ വരുവോളം എന്നെ ഓർമ്മയ്ക്കായി ഇത് സ്വീകരിക്കുക നീ പെസഹാപ്പെരുന്നാളിൽ ശിഷ്യരോട് ചെയ്ത പോലെ പെസഹാപ്പെരുന്നാളിൽ ശിഷ്യരോട് ചെയ്ത പോലെ പാദങ്ങൾ കഴുകിടാം തമ്മിൽ താഴ്മ ധരിച്ചിടാം പാദങ്ങൾ കഴുകിടാം തമ്മിൽ താഴ്മ ധരിച്ചിടാം പകരമപ്പമേകാം നിൻ ചോരവീഞ്ഞായി നൽകാം നിൻ പാപമെല്ലാം മാറും നീ പാനം ചെയ്തിടുവിൻ നിൻ ദേഹമപ്പമേകാം നിൻ ചോരവീഞ്ഞായി നൽകാം നിൻ പാപമെല്ലാം മാറും നീ പാനം ചെയ്തിടുവിൻ മകനെ നിനക്കായി ഞാൻ എന്നെ യാഗമായി നൽകാം മകനെ നിനക്കായി ഞാൻ എന്നെ യാഗമായി നൽകാം ഞാൻ വരുവോളം നിന്നെ ഓർമ്മയ്ക്കായി ഇത് സ്വീകരിക്കുക നീ 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 ടീം അമരവിള യൂത്ത് കോറസിന്റെ രണ്ടാമത്തെ പെർഫോമൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പെസഹ ഗാനമാണ് ഇവരിപ്പോൾ ആലപിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായി തന്നെ അവർ ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ബിനോയ് സർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേറൊന്നും പറയാനില്ല, വളരെ മനോഹരമായിരുന്നു. ഒരു മഴ പെയ്തു തീർന്ന പോലെയായിരുന്നു. നല്ല രസമായിട്ട് നിങ്ങളത് അവതരിപ്പിച്ചു. എനിക്ക് ആ സോങ് എൻഡ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം നമ്മൾ സാധാരണ ഇതിൽ സ്റ്റുഡിയോയിലാണ് അങ്ങനെ ഫേഡർ ഇങ്ങനെ താത്ത് ആ ഒരു ഫീലായിരുന്നു. നിങ്ങളത് ലൈവായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞതൊരു വലിയ കാര്യമാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഫേഡ് ചെയ്ത് നിങ്ങൾ ആ പാട്ട് അവസാനിപ്പിച്ചു. ഈ ഒരു ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് സോങ് സെലക്ഷനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ ഈ സോങ്ങിൻ്റെ സെലക്ഷൻ ഈസ് ഓൾസോ വെരി ഗുഡ്. കൃത്യമായൊരു സോങ്ങാണ്. അതെ, എൻ ദേഹമപ്പമായി യേശു പറയുകയാണത്. എനിക്കതിനകത്ത് ആ പാട്ടിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വരിയുണ്ട്. നിങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, അല്ലേ? ഒന്ന് പറഞ്ഞത്. അടങ്ങാത്തൊരൻ സ്നേഹം, ഇത് നിങ്ങളോടുള്ള അടങ്ങാത്തൊരൻ സ്നേഹം. നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒന്ന് ചിന്തിക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകരോടും കൂടെയാണ് ഞാനിത് പറയുന്നത്. യേശു പറയുകയാണ്, നിങ്ങളോടുള്ള എൻ്റെ അടങ്ങാത്ത സ്നേഹം.
നമുക്കറിയാം, ലോകത്തിൽ നമുക്ക് ഒരുപാട് സ്നേഹം നമുക്ക് ചുറ്റുമുണ്ട്. നമുക്ക് സ്നേഹം നൽകുന്നവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ കുടുംബത്തിലെ ആളുകളുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഈ ലോകത്തിൽ നാം കാണുന്ന എല്ലാ സ്നേഹത്തിനും പരിമിതികളുണ്ട്. ഏത് സ്നേഹവും ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം. നാം ഓർക്കും, മക്കളൊക്കെ അവരെല്ലാം നമ്മളെ എന്നും ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാൻ സാധ്യതയുണ്ട്, സ്നേഹിക്കണം, അതൊക്കെ ശരിയാണെങ്കിലും വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ അവരുടെയും ഒക്കെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത് നാം ഈ ലോകത്തിൽ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ ചില സ്നേഹബന്ധങ്ങളൊക്കെ തകർന്നു പോകുന്നത് നാം കാണാറുണ്ട്. ഈ കാലത്ത് അത് ഒരുപാടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് നിങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം, അടങ്ങാത്തൊരൻ സ്നേഹം. ഈ പാട്ട് ആരെഴുതുകയാണെങ്കിലും വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. ആരുടെ പാട്ടാണത്? ഓക്കെ, കൺഗ്രാജുലേഷൻസ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ സോങ്. ഈ ചില പ്രയോഗങ്ങൾ നമ്മളെ ഒരു പാട്ടിൽ 12 ലൈൻസ് ഉണ്ടെങ്കിൽ 12 വരികൾ നന്നായിരിക്കണമെന്നൊന്നുമില്ല. ഒരു എലമെൻ്റ് ഉണ്ടാവും ഇതിൽ. ഒരു സോങ്ങിൻ്റെ ആ ഒരു വാക്ക് മതി നമ്മെ ചിന്തിപ്പിക്കാൻ. എന്നെ ഒരുപാട് സ്പർശിച്ച വാക്ക്, നിങ്ങളോടുള്ള അടങ്ങാത്തൊരൻ സ്നേഹം. കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കുവാൻ സാധിച്ചു എന്നുള്ള. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്കും ആ ഒരു കർത്താവിൻ്റെ സ്നേഹം ഫീൽ ചെയ്യത്തക്കവണ്ണമാണ് നിങ്ങളിത് പാടിയത്. ഹാർമോണിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, കീപ് സിംഗിങ്. താങ്ക് യു. താങ്ക് യു സർ. ജെയ്സൺ സർ. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ ഈ പെർഫോമൻസ് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷനായി തീരട്ടെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അവതരണ ശൈലി വളരെ മനോഹരമായിട്ടാണ് നിങ്ങളത് അവതരിപ്പിച്ചത്. നിങ്ങളുടെ സോങ് സെലക്ഷൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നിയ ചെറിയ 1-2 പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഉണ്ടായിരിക്കാം. ഒന്ന്, പാടുന്നതിൻ്റെ കൂടുതൽ വായിക്കുന്ന വയലിൻ കൗണ്ടർ ആ സമയത്ത് ഇത്തിരി വോളിയം കുറഞ്ഞാൽ നന്നായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഓവർറോൾ ചെയ്തോ എന്ന് ചെറിയൊരു സംശയമുണ്ട് കേൾക്കുമ്പോൾ. കാരണം ഇത്തിരി വോളിയം ലെവൽ ആ സമയത്ത്, ഇപ്പം ഇൻ്റർലൂഡൊക്കെ വായിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ബാലൻസ് തന്നെ വേണം. സോളോയാണ് കുഴപ്പമില്ല. അത് പാടുമ്പം അതിനെ ഇത് ഓവർറോൾ ചെയ്ത് പോകാൻ പാടില്ല. പിന്നെ ഈ മെയിൽ വോയിസ് പാടുന്ന ചെറിയ ലോ പോർഷൻ ഇത്തിരിയും കൂടി ബോൾഡായിട്ട് പാടാം. ഒന്നെങ്കിൽ നിങ്ങൾ മൈക്കിനകത്ത് ആ സമയത്ത് ഇതും കേൾക്കാനുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. നിങ്ങളല്ലാതെ പാടുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം ലെവൽ. അത് വന്നാൽ ഇവിടെ കേൾക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ തബല ട്യൂണിങ് ഇത്തിരി ഔട്ട് ഓഫ് പിച്ചാണ്. അത് എനിക്ക് തോന്നുന്നത് ഷാർപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ, കാരണം ഇതിൻ്റെ കൂടുതൽ ചെറിയൊരു കല്ല് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇത്ര നല്ല മനോഹരമായി കിടക്കുന്നതിനകത്ത് ശ്രദ്ധിച്ചാൽ ജസ്റ്റ് കട്ടയൊന്ന് വലിച്ച് ജസ്റ്റ് ഒന്ന് ഇട്ടാലും മതി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനോഹരമായിരുന്നു. നിങ്ങളുടെ ബാക്കിയുള്ള സിംഗിങ് വൈസ് അതൊക്കെ ഏറ്റവും സൂപ്പറായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ജെയ്സൺ സർ. സോ നമുക്കിനി ടീമിൻ്റെ 3ാമത്തെ പെർഫോമൻസിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ദുഃഖവെള്ളി ഗാനമാണ് 3ാമത്തെ പെർഫോമൻസായി ഈ ടീം പെർഫോം ചെയ്യാനുള്ളത്. സോ ടീം, ആർ യു റെഡി? യെസ്.
ആശയെന്നുമേ കാൽവരിക്കുന്നിൽ. മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസ്സറകളിൽ എന്നും വാഴുവാനായി കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവു തോന്നണമേ കരമുയരുന്നേ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവു തോന്നണമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ എന്റെ ജീവനായവനേ നീ ആശയെന്നുമേ ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019-ൽ ഇപ്പോൾ കഴിഞ്ഞ പെർഫോമൻസ് വാസ് ബൈ ടീം അമരവിള യൂത്ത് കോറസ്. ആൻഡ് ഇവരുടെ ഈ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ജെയ്സൺ സർ, എന്താ പറയുക, ഓരോ ഗാനങ്ങൾ കഴിയുന്നതോറും നിങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കോഴ്സ് പ്രൊഫഷൻ ആരാ അറേഞ്ച് ചെയ്ത്? കോറസ് ഓൾറെഡി ഉള്ളതാണ്. ഇത് ആക്ച്വലി യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. അല്ല, ഇതിപ്പോൾ ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതാ, ഇത് കുറച്ച് ഞങ്ങളുടേതായതുണ്ട്, പക്ഷേ ഇതിൻ്റെ മെയിൻ ത്രെഡ് വേറെ ഉണ്ട്. വേറെ ആൾക്കാർ 4 പാർട്സ് ഹാർമണൈസ്ഡ് ചെയ്തിരിക്കുന്ന വേറെ ആളാണ്. അത് 3 പാർട്സ് ആണ്. പക്ഷെ നമ്മളതിനെ ഓൾട്ടോയും കൂടെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ആ ഇടയ്ക്കുള്ള ഹമ്മിങ്ങിൽ ആ ഇടയ്ക്ക് ഇൻ്റർലൂഡ് അതിലില്ല. പക്ഷെ അത് ഒറിജിനൽ വേർഷനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബിഗ് സല്യൂട്ട്. അത് വളരെ അഭിനന്ദനീയമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അക്കപ്പല വേർഷൻ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. കാരണം കൃത്യമായിട്ട് നിങ്ങൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ശ്രുതി പക്ക പെർഫെക്റ്റ് ആണ്. സ്റ്റാർട്ടിങ് നോട്ട് അതങ്ങനെ പാടാൻ ഇത്ര പാടാണ്. കൃത്യമായിട്ട് നിങ്ങളത് അങ്ങനെ പാടിയത് ഒന്നും പറയാനില്ല. കാരണം അത് അതിൻ്റെ കൺട്രോൾഡായിരുന്നു. എല്ലാ കാര്യം നല്ല പക്കയായിരുന്നു. അത് ഇങ്ങനെയാണ് പാടേണ്ടത്. ഒരു പാട്ട് ആർക്കും പാടാൻ പറ്റും, പക്ഷേ ഒരു പാട്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, ഒരു പാട്ട് എങ്ങനെയാണ് പാടേണ്ടത് അതാണ് പഠനം. അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രൂവ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വരുന്നത് എ ഫ്ലാറ്റിൻ്റെ നോട്ടിലേക്കൊക്കെ പോയി വന്ന് നിൽക്കുന്ന അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ ആ ചേഞ്ച് ഓവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എഫിൽ നിന്ന് പെട്ടെന്ന് സിയിലേക്ക് വരുന്ന സീന് അത് നല്ല രസമായിട്ട് നിങ്ങൾ പാടി. അത് ആദ്യം എല്ലാവരും ഓർക്കും എഫ് ആയിരിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് വന്ന് തുടങ്ങുന്നത് സി മേജർ കോഡിലേക്ക് ഒന്ന് കയറുന്നത് ഭയങ്കര രസമായിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് സിംഗിങ് മാത്രമല്ല, നിങ്ങൾക്കൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനും അതുപോലെ ഇൻ്റർലൂഡൊക്കെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. അതിന് കഴിവുള്ളവരാണ്. സിംഗേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങളൊരു മ്യൂസീഷ്യൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ബിനോയ് സർ, എനിക്ക് ഈ ഗാനത്തിനോടൊരു വലിയ ബന്ധമുണ്ട്.
കാര്യം ഈ സോങ് കമ്പോസ് ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു സുഹൃത്താണ് സ്റ്റാൻലി ജോൺ. സ്റ്റാൻലി ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്, ഷാർജയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് മീറ്റ് ചെയ്യും, നാട്ടിൽ വരുമ്പോൾ കാണും, അവിടെ ചെല്ലുമ്പോൾ കാണും. അങ്ങനെ ഞങ്ങൾ ഒരു വർഷങ്ങളുടെ ബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സോങ് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ സോങ് സ്റ്റാൻലി കമ്പോസ് ചെയ്ത് ഞാനൊരു പ്രാവശ്യം ഷാർജ ചെന്നപ്പോൾ എന്നെ പാടിക്കേൽപ്പിച്ച് എന്നോട് ചോദിച്ചാൽ എങ്ങനെയുണ്ട്. ഞാൻ ബ്യൂട്ടിഫുൾ സോങ്, നല്ല രസമുണ്ട്. അങ്ങനെ ഈ പാട്ടിൻ്റെ ഡിസ്കഷനിലൊക്കെ ഞാനും ഇൻവോൾവ് ആയിരുന്നു. അങ്ങനെ പാട്ട് പിന്നെ വെളിയിലിറങ്ങി. അതിനുശേഷം പല വെർഷൻസ് ഈ പറഞ്ഞ പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇതുപോലെ ലൈവായിട്ട് ഇത്ര മനോഹരമാണ് ഞാൻ കേട്ടതിൽ ഏറ്റവും നല്ല വെർഷൻ ഇതാണ്. അത് വളരെ സന്തോഷത്തോടെ പറയാനായിട്ട് താല്പര്യമുണ്ട്. അത് നല്ല സോങ്ങാണ്, നല്ല കോമ്പോസിഷൻ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കമ്പോസ് ചെയ്തൊരു സോങ്ങാണ്. ഹരിചരണാണിത് പാടിയിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് പുള്ളി പാടിയിട്ടുണ്ട്. അത് കേട്ടാൽ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നും. എനിക്കിപ്പം ഞാൻ വേറൊരു ഫീലിലായി ആ പാട്ട്. ഞാനത് അതിൻ്റെ ഒറിജിനൽ വേർഷൻ മറന്നപ്പോൾ അത്ര മനോഹരമായിട്ട് നിങ്ങളിത് പ്രസൻറ്റ് ചെയ്തു. കാൽവറി കുന്നിൽ നാഥൻ, നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ നമുക്കത് ഓർക്കാം, കാൽവറിയുടെ. അതെ. അപ്പോൾ ആ ഒരു ദുഃഖവെള്ളിയുടെ ദുഃഖത്തെ നിങ്ങളിത് സന്തോഷമാക്കി തീർത്തു. കർത്താവ് യേശു നമുക്ക് വേണ്ടി ചെയ്ത ആ ഒരു വലിയ ത്യാഗത്തെ നമുക്കൊരിക്കൽ കൂടി ഓർക്കാം. ഈ ഗാനം അതിഗംഭീരമായിരുന്നു. കീപ് സിംഗിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ടീം അമരവിള യൂത്ത് കോറസിൻ്റെ 3ാമത്തെ പെർഫോമൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ ഫൈനൽ പെർഫോമൻസിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. ടീം, നിങ്ങളുടെ ഇനിയുള്ള പെർഫോമൻസ് സുവിശേഷ ഗാനങ്ങളാണ്. ഇതിൽ 2 സോങ്സ് ആണ് നിങ്ങൾ പാടാനുള്ളത്. സോ റെഡി അല്ലേ? സോ ഓവർ ടു ദ പെർഫോമൻസ്. ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടെ യേശുനായകൻ. ക്ഷേമമായി പോറ്റും എന്നെയും സ്നേഹമോടെ യേശുനായകൻ. യാഗനല്ല ഇടയും എന്നും എന്റെ പാലനും ഇല്ലെനിക്കു ഖേദമൊന്നുമേ. യാഗനല്ല ഇടയും എന്നും എന്റെ പാലനും ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ. ശത്രുവിന്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജ്യമേകിടുന്നവൻ. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യം
ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ലാ 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 ലാ. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ ദേവാ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയുള്ളവർ ശക്തി നീ. നാഥാ അന്തിയുള്ളവർ ശക്തി നീ. മണ്ണിടത്തിലടിയ ജീവിക്കും നാടെന്നും വന്ദനം ചെയ്യും തിരു നാമത്തിനു. ദേവാ വന്ദനം ചെയ്യും തിരു നാമത്തിനു. എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ടീം അമരവിള യൂത്ത് കോറസിന്റെ ഫൈനൽ പെർഫോമൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സുവിശേഷ ഗാനങ്ങൾ 2 ഗാനങ്ങൾ വളരെ മനോഹരമായി അവരിവിടെ ആലപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ജെയ്സൺ സാർ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസ്? ടീം അമരവിള യൂത്ത് കോറസ്, നിങ്ങൾ അവതരിപ്പിച്ച എല്ലാ പാട്ടുകളും ഒരേ എനർജി ലെവലിലാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. അതുതന്നെ പ്രത്യേക കൺഗ്രാറ്റ്സ്. ഏറ്റവും അത് എടുത്ത് പറയേണ്ട ഒന്നാണ് നിങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സ്. ചില പാട്ടുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ഒരു നല്ല മ്യൂസീഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പ്രിയ കീബോർഡിസ്റ്റ് ചെയ്തു. യാഹേ നല്ല ഇടയൻ എന്നുള്ള പാട്ടിനിടയ്ക്ക് ഫസ്റ്റ് ഇൻ്റർലൂഡ് കഴിഞ്ഞിട്ട് സോങ് കയറുന്ന സ്ഥലത്ത് അതിവിദഗ്ധമായി ടെമ്പോ
മാറിയത്, ടൈമിങ് മാറിയത് അറിയാതെ അതൊരു പിക്കപ്പ് പോലെയാക്കി. നൈസ്. അതിന് പ്രത്യേകം ഞാൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അല്ല, ഞങ്ങൾ പണ്ട് ഗാനമേളയ്ക്ക്, അദ്ദേഹം മരിച്ചുപോയി, കലാഭവൻ സാംസൺ എന്ന് പറഞ്ഞൊരു കീബോർഡിസ്റ്റ് ഉണ്ട്. സ്റ്റേജിൽ ഫുൾ സീക്വൻസ് ഒരു പാട്ട് പോവുക. പാടുന്ന സിംഗർ ഏകദേശം 6-7 ബാറ് ഇതിൻ്റെ സോങ്ങിൻ്റെ ഓർഡർ തെറ്റിച്ച് പാടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ പാട്ടിൻ്റെ ഓർഡർ തെറ്റിയാൽ മാറിയേക്കുന്നത് മൊത്തം പോകും, കാരണം ഫുൾ സീക്വൻസിങ്ങാണ്, തൊടാൻ പറ്റത്തില്ല. എന്നോട് ചോദിച്ചു എത്ര ബാറാണ് പോയെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പാട്ടിനെ നോക്കിയിട്ട് എനിക്ക് തോന്നി ഏകദേശം 7 ബാറാണെന്ന് തോന്നുന്നു എന്ന് പറയുകയും പുള്ളി അതിപ്പം MC50 സീക്വൻസറില്ല, എല്ലാ ഇൻസ്ട്രുമെൻറ്റും പോവുക. അത് പറഞ്ഞു തീരുകയും പുള്ളി അത് കട്ട് ചെയ്ത്, പുള്ളിക്കാരി ഏത് ഓർഡറിലാണ് പാടുന്നത് ആ ഓർഡറിലേക്ക് കയറിപ്പോയി. ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. ഒരു നല്ലൊരു മ്യൂസീഷ്യന് മാത്രം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതൊക്കെ ഒരു ആളുകൾക്ക് ഒരു പാഠമാണ്. കാരണം ഇതിപ്പം നിങ്ങൾ ലൈവായിട്ട് ചെയ്യുന്നതല്ലേ, അപ്പം അതിൻ്റെ സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷേ അതിനെ മ്യൂസിക്കലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളത് ഒരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് മാത്രം, വേറെ എല്ലാവരും ആണെങ്കിലും നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ടിരുന്നത് അയ്യോ പോയി. പിന്നെ ഇതൊന്ന് ഇനി നിങ്ങൾ വായിച്ചാലും വായിച്ചില്ലെങ്കിലും ഇവർ ധൈര്യമായിട്ട് പാടുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് തോന്നി ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇൻസ്ട്രുമെൻ്റ് ഫൈൻ ട്യൂണിങ്, വയലിൻ എൻ്റെ ഫൈൻ ട്യൂണിങ് കറക്റ്റ് അല്ലാത്തതിൻ്റെ പ്രോബ്ലം പ്ലേയിങ്ങിലുണ്ടായിരുന്നു. അതുപോലെ തബലയും ചെറുതായിട്ട്. പിന്നെ നിങ്ങൾ ഈ കീബോർഡിസ്റ്റിന് പറ്റിയ കീബോർഡല്ല, കീബോർഡ് നല്ലതാണ്, പക്ഷേ നിങ്ങൾക്ക് പറ്റിയ കീബോർഡല്ല. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല കീബോർഡായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. എനിവേ, എല്ലാം നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. ബിനോയ് സർ. യാഹ് നല്ല ഇടയൻ, അവിടെ തൊട്ട് തുടങ്ങാം. നല്ല, അതെ അതെ, അതൊക്കെ പാടി ഉപേക്ഷിച്ചൊരു പാട്ടാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമുക്ക് ഒരു പാട്ട് ഉപേക്ഷിക്കുക എന്ന് പറയാൻ പാടില്ല. ഞാൻ തന്നെ ഒരു 3 കാസറ്റിലെങ്കിലും പാടിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ ഡിഫറെൻ്റായിട്ട് ഞെട്ടിച്ചളഞ്ഞു കേട്ടോ. അത് അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വാസ് വണ്ടർഫുൾ. ഭയങ്കര ആനന്ദം തോന്നി, മനസ്സിന് ഭയങ്കര കുളിർമ തോന്നി അത് കേട്ടപ്പോൾ. അത്ര മനോഹരമായിരുന്നു. എന്നോടുള്ള നിൻ സർവ്വനന്മകൾക്കായി ഞാനെന്നുള്ള പാട്ടിനകത്തൊരു ചെറിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അത് ആര് പാടിയാലും അങ്ങനെ ഇരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് നമുക്കൊന്ന് ശ്വാസം വിടാനുള്ള ഗ്യാപ്പില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ പറഞ്ഞ കാര്യം അത് പിന്നെ ചേട്ടന് കൂടുതൽ പറയും. സാധാരണ ഏതൊരു കോറൽ ഗ്രൂപ്പ് വന്നാലും മലയാള ഭാഷ ഉച്ചരിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപാകതയുണ്ടാവും. നിങ്ങൾ അത് വളരെ കൃത്യമായി അത് ശ്രദ്ധിച്ച് പാടി. കാരണം മലയാള ഭാഷ എന്നുള്ള പറയുന്നത് തന്നെ വളരെ ഡിഫിക്കൽട്ടാണ് അങ്ങനെ പാടാൻ. കാരണം മിക്ക ആളുകളും ധരിച്ചിരിക്കുന്ന കോറസായിട്ട് പാടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 4 പാർട്സ് പാടുമ്പോൾ ഇങ്ങനെയേ പാടാവൂ. അത് ജസ്റ്റ് മ്യൂസിക് സ്റ്റൈൽ മാത്രമാണ്. അതാത് ഭാഷ അതാത് കൾച്ചറിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് അതിനകത്ത് മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരക്ഷരം ദീർഘം കൂടിയാലും കുറഞ്ഞാലും അതിൻ്റെ അർത്ഥം മാറിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേക കറ്റിരാസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ എന്നോടുള്ള നിൻ സർവ്വനന്മകളിൽ ഇപ്പം നമുക്ക് മുറിക്കേണ്ടാത്ത ചില സ്ഥലങ്ങളിൽ നമ്മൾ മുറിച്ചു പോകും. കാരണം നമുക്ക് അവിടം വരെ ബ്രീത്ത് കിട്ടത്തില്ല. അത് ആര് പാടിയാലും അങ്ങനെയാണ്. എന്നാൽ ഒന്ന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ ഒന്ന് കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ മുറിക്കേണ്ട സ്ഥലങ്ങൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്ത് കയറാമെങ്കിൽ ആ മുറിവ് ഒഴിവാക്കാം. പ്രത്യേകിച്ച് നിന, കേശുവര, സന്നാഹ, മോഡെ, അങ്ങനെ കുറേ പോർഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഒരു കുഴപ്പമല്ല, അത് ആ പാട്ടിന് നിങ്ങൾ അവതരിപ്പിച്ചതിനകത്തുള്ള പ്രോബ്ലം ഒന്നുമല്ല. അതെ അതെ, കൈക്ക് പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നതെന്നൊക്കെ നമ്മൾ പാട്ട് പാടില്ലേ, അതൊരു പ്രോബ്ലമായിട്ടല്ല. പക്ഷെ അത് കുറച്ച് നമുക്ക് ശ്രദ്ധിച്ചാൽ ശരിയാക്കാം. പക്ഷേ ആ പാട്ടും വളരെ മനോഹരമായിരുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ എന്നോടുള്ള നിൻ സർവ്വ നന്മകൾ നമ്മുടെ ഏത് ഒരു ക്രൈസ്തവൻ്റെ ഭവനത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, ഒരു കല്യാണത്തിനോ ഹൗസ് വാമിങ്ങിനോ അഥവാ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ പാട്ട് പാടിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പം അത്ര പോപ്പുലറായിട്ടൊരു സോങ് ഇത്ര മനോഹരമായിട്ട് എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ അത് കേട്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വരും. ആ പാട്ടൊക്കെ പാടുന്ന കേട്ടല്ലോ. അത് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതെ, അപ്പോൾ ഒരു നല്ല വളരെ മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. ഒരുപാട് സന്തോഷം തോന്നുന്നു. ബ്യൂട്ടിഫുൾ. നല്ല അഭിനന്ദനം അർഹിക്കുന്നു നിങ്ങളെല്ലാവരും, മ്യൂസീഷ്യൻസും സിംഗേഴ്സും. ജെയ്സൺ പറഞ്ഞ പോലെ സിംഗേഴ്സ് അല്ല, നിങ്ങളെല്ലാം മ്യൂസീഷ്യൻസാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാവർക്കും ഒന്നും ദൈവം കൊടുത്തിട്ടില്ല.
വളരെ ചുരുക്കം ആളുകൾക്ക് പാടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോയി പഠിച്ചൊപ്പിക്കാം. പ്രസംഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രസംഗശാസ്ത്രത്തിൻ്റെ ഒരു 10 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം പ്രസംഗിക്കാം, പക്ഷേ പാടാൻ പറ്റത്തില്ല. ദൈവം അത് വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആളുകൾ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അത് ദൈവം നമ്മൾ ജനിച്ചപ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിവായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു താലന്തായിട്ട് ദൈവം തന്നീ ഭൂമിയിലോട്ട് അയച്ചിരിക്കുന്നത് അത് തിരിച്ചു കൊടുക്കാനായിട്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തന്നെ പാടി തിരിച്ചു കൊടുക്കാനായിട്ടാണ്. അതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ, ഈസ്റ്റർ ദിവസങ്ങളിൽ ആളുകൾ ഇത് ഏറ്റുപാടട്ടെ. നിങ്ങളുടെ ഗാനം അത് അനേകരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. സോ ഇനി ഇവരുടെ മാർക്സ് അറിയാനുള്ള സമയമായിരിക്കുകയാണ്. ടീം, നമുക്ക് മാർക്സ് ചോദിക്കാം ജഡ്ജസിനോട്. ജെയ്സൺ സർ. 56 മാർക്ക്. 60-ൽ 56 മാർക്ക്. 56 ഔട്ട് ഓഫ് 60 ആണ് ടീം അമരവിള യൂത്ത് കോറസിന് ജെയ്സൺ സർ നൽകിയിരിക്കുന്നത്. ബിനോയ് സർ. ഞാനും അതേ മാർക്കാണ് ഞാൻ നൽകിയിരിക്കുന്നത്. 56 ഔട്ട് ഓഫ് 60, 56 മാർക്ക്. 56 ഔട്ട് ഓഫ് 60 ആണ് ബിനോയ് സറും നൽകിയിരിക്കുന്നത്, വിച്ച് മേക്സ് എ ടോട്ടൽ ഓഫ് 112 ഔട്ട് ഓഫ് 120. ടീം, കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നിങ്ങളിവിടെ കാഴ്ചവെച്ചത്. സോ നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, ബിക്കോസ് ഇനിയും ടീംസ് വരാനുണ്ട്. ആ പെർഫോമൻസും കൂടി കഴിഞ്ഞതിന് ശേഷമേ ഒരു ഫൈനൽ വിധി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഈസ്റ്റർ ക്വയർ ക്രൗൺ 2019-ൽ ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്യാനായി എത്തിയത് അമരവിള യൂത്ത് കോറസ് ബാൻഡാണ്. അവരുടെ പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടു. വളരെ നന്നായാണ് അവർ പെർഫോം ചെയ്തത്. സോ ഇനിയും ഒരുപാട് ടീംസ് ബാക്കിയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടീമുമായി വീണ്ടും കാണാം. നിസ്വാർത്ഥ സ്നേഹമതിൻ സ്നേഹം, ക്രൂശിതന്റെ രൂപം, യേശുവിന്റെ സ്നേഹം. സ്വർഗീയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാറ്റുലി മുഴക്കിക്കൊണ്ട് ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 ഒന്നാം സമ്മാനം സമർപ്പിക്കുന്നത് റാഫി, ജീന, റയൻ ആൻഡ് ജാനൽ. രണ്ടാം സമ്മാനം സമർപ്പിക്കുന്നത് രാജൻ, ഷീബ, റോബിൻ, ബ്ലെസ്സി ആൻഡ് ഷോൺ. ഈസ്റ്റർ കൊയർ ക്രൗൺ 2019 അത്യുന്നതനായ ദൈവം സർവ്വജനത്തിനും നൽകിയ മഹാസന്തോഷം സുവിശേഷിക്കുന്നതിനായി ഇന്നത്തെ എപ്പിസോഡ് സമർപ്പിച്ചത് ജോർജ് കുട്ടി, മിനി, ആശിഷ്, അനീഷ് ആൻഡ്